അപ്പൊ നമ്മള് 3 ചട്ടി മണ്ണ്, ആ 3 ചട്ടി മണ്ണിലേക്ക് ഒരു ചട്ടിന്റെ അടുത്ത് ചകിരിച്ചോറ് കമ്പോസ്റ്റ്, അതേപോലെ ഒരു 3/4 ചട്ടിന്റെ അടുത്തേക്ക് മീലുമാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഈ മണ്ണിന്റെ നിരപ്പുണ്ടല്ലോ, അപ്പൊ ഇവിടെ വേര് മേലെ കണ്ടതുകൊണ്ട് ലേശം കൂടി ഞാൻ മണ്ണിടണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 4 ഇഞ്ചെങ്കിലും ഹൈറ്റ് ഇവിടെ കിട്ടണം, എന്നാലേ നമുക്ക് വെള്ളം വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് കണ്ടില്ലേ, ഇതേപോലെ നല്ല അലുവക്കട്ടി പോലെ നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് വെല്ല ഇതിന്റെ സെന്റർ ആയിട്ട് വെല്ല വെച്ചു കൊടുക്കാം. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ. അത് നമ്മളെ ചെറിയ പോട്ടിൽ നട്ടിട്ടുള്ള ചെടികൾ പോട്ട് മാറ്റാൻ ടൈമായിരുന്ന ചെടികൾ എങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരാന്നുള്ളത്. അപ്പോൾ ആ വീഡിയോയിൽ എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിരുന്നു, നിങ്ങൾ റീപോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാമോ എന്നുള്ളത്. കാരണം അവർക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിന്ന് നമ്മളെ ചെറിയ പോട്ടിൽ നട്ടിട്ടുള്ള ഒരു ചെടി എങ്ങനെയാണ് റീപോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പോട്ടി മിക്സ് എങ്ങനെയാണ് റെഡിയാക്കേണ്ടത് എന്നുള്ളതും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ 2-3 ചെടികൾ എനിക്ക് റീപോർട്ട് ചെയ്യാനുണ്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു പേരക്കൻ്റെത് റീപോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു മാധുരി വെറൈറ്റി പേരക്കാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഞാൻ ആ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിരുന്നു. കാരണം റീപോർട്ട് ചെയ്യാനാകുമ്പോൾ വേര് ഫുള്ള് തിങ്ങിയിട്ട് നമ്മൾ നനച്ചു കൊടുത്താലും മണ്ണിൽ തീരെ ഈർപ്പുണ്ടാവില്ല, ഡ്രൈ ആയി കിടക്കുന്നുള്ളത്. അപ്പം അങ്ങനെ ഡ്രൈ ആയി കിടന്നാൽ ചെടിക്ക് വേണ്ടത്ര വെള്ളം കിട്ടൂല. അപ്പോൾ ചെടികൾ ഇലകളൊക്കെ വാടി കിടക്കുന്ന പോലെ ആയിട്ട് തോന്നും. അപ്പോൾ ഇത് ഞാനിപ്പോൾ എയർ ലെയർ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു കമ്പ് എയർ ലെയർ ചെയ്ത് മാറ്റിയതായിരുന്നു. ഇപ്പൊ അതിന് പുതിയ ശിഖരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ പൂവിട്ടിട്ടുണ്ട്. അപ്പൊ ഞാനിതിപ്പോ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ടൊന്ന് ജസ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. കാരണം ഹൈറ്റ് ഒക്കെ ഒന്ന് കുറച്ച് കൊടുത്താണ്. അപ്പൊ പ്രൂൺ ചെയ്തതിന് ശേഷം പുതിയ ശിഖരങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതെനിക്ക് നല്ല കായ്ഫലം കിട്ടിയിട്ടുള്ള ഒരു പേരക്ക തൈ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ള നമ്മൾ നോക്കാം. അപ്പൊ എനിക്ക് 2-3 ചെടികൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മണ്ണെടുത്തിട്ടുള്ളത് 3 ചട്ടി മണ്ണാണ് കേട്ടോ. അപ്പൊ 3 ചട്ടി മണ്ണ് ഞാൻ ഓൾറെഡി ആദ്യം കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണാണ് കേട്ടോ. അപ്പൊ ഇതിലേക്കാണ് ഞാൻ വളക്കൂട്ട് മിക്സ് ചെയ്യുന്നത്. പിന്നെ ആദ്യം തന്നെ പറയാം, ഇതിന്റെ മൂത്ത മകനാണ് കേട്ടോ, കൈസ്. അപ്പൊ ഇവരാണ് എന്നെ കൃഷിയിൽ അധികം സഹായിക്കാറുള്ളത് കേട്ടോ. ഒരു ഹൈ പറ. അപ്പൊ ഈ 3 ചട്ടി മണ്ണിലേക്ക് ഞാനിതാ ഒരു ചട്ടി നമ്മളെ ചൈരിച്ചോറ് കമ്പോസ്റ്റ് ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാനിത് 5 കിലോ ലൂസായിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇത് 5 കിലോന് ആകെ 50 റുപ്യ വില വരുന്നുള്ളൂ കേട്ടോ. കിലോന് 10 റുപ്യ വരുന്നുള്ളൂ. നമ്മൾ ചൈരിച്ചോറ് കമ്പോസ്റ്റ് ആക്കി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പൊ ഇതിലേക്ക് ഞാൻ 5 കിലോ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുക, നമ്മള് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ചാണകപ്പൊടി എനിക്ക് ഇതിലേക്ക് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ സാധാ ചെടി നടുന്ന പോലെ അല്ലല്ലോ, റിപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ ഓൾറെഡി പൂവിട്ട ചെടിയും കൂടിയാണ്. നമ്മളിപ്പോ സാധാ ഒരു ചെടി നടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 5 കിലോന് വരെ നമുക്ക് ഈ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നതിനോട് ഓൾറെഡി പൂവിട്ടതിനോട് നമ്മൾ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയ വളം കൂടുതലായിട്ട് വേണ്ട. അപ്പൊ ഞാൻ ഇതിലേക്ക് 3 കിലോ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ 3 കിലോന് ഞാനിത് 3 മിക്സിന്റെ ബാഗാണ് വാങ്ങിയത്. അയച്ചാൽ ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം, ഇത് 3 കൂടി കമ്പോസ്റ്റ് ആയിട്ട് വരുന്നതാണ് 3 മിക്സ്. അപ്പൊ ഞാൻ അതിന്റെ മുന്നേ ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നല്ല ഫലപ്രദമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ 5 കിലോ ബാഗിൽ നിന്ന് ഞാനൊരു ജസ്റ്റ് 3 കിലോ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് അളക്കണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ. ഏകദേശം ഒരു സുമാറ് വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ചെടി പൂവിട്ടതിനെ കൊണ്ടാണ് നൈട്രജൻ കണ്ടന്റ് ഞാൻ കുറച്ചിട്ട് ഇടുന്നത് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ മീലാണ്, നമ്മളെ വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കല്ലോ. വെച്ചാല് കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി, വേപ്പിണ്ണാക്ക്, ഇങ്ങനെ നമ്മൾ വളങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കല്ലോ. അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് മീൽ ഇട്ട് കൊടുക്കാം. അപ്പൊ മീൽ നമുക്ക് സൂപ്പർ മീല്, മൾട്ടി മീലായിട്ടൊക്കെ നമുക്ക് പല കമ്പനീന്റെ മീല് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. ആ മീല് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 5 കിലോനാണ് കേട്ടോ. അപ്പൊ മീൽ 5 കിലോന് എന്ന് പറയുമ്പോൾ ഒരു 3/4 ചട്ടിന്റെ അടുത്തേ മീൽ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് 3 ചട്ടി മണ്ണ്, ആ 3 ചട്ടി മണ്ണിലേക്ക് ഒരു ചട്ടിന്റെ അടുത്ത് ചകിരിച്ചോറ് കമ്പോസ്റ്റ്, അതേപോലെ ഒരു 3/4 ചട്ടിന്റെ അടുത്തേക്ക് മീലുമാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മളെ ബയോ പൊട്ടാഷ് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരു ചെറിയ ചെടി നടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പോട്ടി മിക്സിൽ നമ്മൾ ബയോ പൊട്ടാഷ് ഇട്ട് കൊടുക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഓൾറെഡി പൂവിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ബയോ പൊട്ടാഷും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ വാങ്ങുന്ന സൂപ്പർ മില്ലിലും ഓൾറെഡി ചെറിയ തോതിൽ ബയോ പൊട്ടാഷ് ഉണ്ടാവുന്നതുമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ 1 കിലോന്റെ അടുത്ത് ബയോ പൊട്ടാഷ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒരു ചെടിക്കുള്ള അല്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ എനിക്ക് 3-4 ചെടികളും മാറ്റാനുണ്ട്. അപ്പൊ ഇതിനെല്ലാം കൂടിയുള്ള പോട്ടി മിക്സ് ആണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഞാൻ 1 കിലോന്റെ അടുത്ത് ബയോ പൊട്ടാഷ് ആഡ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ പോട്ടി മിക്സ് ചെയ്തിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഇപ്പൊ നമ്മൾ ചെടി നടാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് വീട്ടിൽ വല്ല കമ്പോസ്റ്റ് വളങ്ങളോ കരിയില കമ്പോസ്റ്റോ അല്ലെങ്കിൽ പച്ചക്കറി കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇന്ത്യയിൽ കമ്പോസ്റ്റ് വളങ്ങളില്ല, പിന്നെ ഞാനിപ്പോൾ ഒരു പൂത്തിട്ടുള്ള ചെടി മാറ്റി നടല്ലേ, അപ്പൊ അതുകൊണ്ടും ഞാൻ കമ്പോസ്റ്റ് വളങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഈ പോട്ടി മിക്സ് നമ്മൾ ചെടി നടുന്ന ടൈമിൽ തന്നെ മിക്സ് ആക്കി വെക്കണം എന്നില്ല. നമുക്ക് അതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് ഇത് മിക്സ് ആക്കി വെച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് നനച്ച് ഒരു ഈർപ്പത്തിൽ നമ്മളൊരു ചാക്കിലോ അങ്ങനെയൊക്കെ ഒരു തള്ളത്ത് മാറ്റി വെക്കാന്നുണ്ടെങ്കിൽ ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ആ പോട്ടി മിക്സിൽ ചെടി നടാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന്റെ ഫലം കിട്ടുന്നതാണ് കേട്ടോ. കാരണം ആ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ നമ്മൾ പോട്ടി മിക്സ് റെഡി ആക്കുമ്പോൾ അത് ചെടികൾ വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 ആഴ്ചയെങ്കിലും ടൈം എടുക്കും കേട്ടോ. അപ്പൊ നമ്മൾ റീപോർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഈ പോട്ടിൽ നിന്ന് ഈ പോട്ടിലേക്കാണ് ഞാൻ മാറ്റുന്നത് കേട്ടോ. വെച്ചാൽ ഇതിനെക്കാട്ടി അത്യാവശ്യം ചെറിയ വലിപ്പം കൂടുതലുള്ള പോട്ടാണ് ഇത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ വലിയ ഡ്രമ്മിലേക്കൊന്നും വെക്കണ്ട, ഞാനിങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് മാറ്റല്. കാരണം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ചെടിക്ക് കറക്റ്റായിട്ട് കിട്ടും. ആദ്യമേ ചെറിയ തൈകൾ നമ്മൾ വലിയ ഡ്രമ്മിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വളങ്ങൾ നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ മാറ്റുന്നതാണ് നല്ലത്. ഇനി ഓരോരുത്തരും ഇഷ്ടമാണ്, ഓരോരുത്തരുടെ താല്പര്യമാണ് കേട്ടോ. അപ്പോൾ പോട്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇതിന്റെ ഹോളുകളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ചിലപ്പോൾ ഇതിന്റെ പ്ലാസ്റ്റിക് അടപ്പുകൊണ്ട് ഇതിങ്ങനെ അടഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പോൾ അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതെന്തിനും തട്ടിയിട്ട് ഹോളുകൾ കറക്റ്റ് ആക്കാം. അല്ലാതെ നമ്മൾ പോട്ടി മിക്സ് നിറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഹോള് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഹോള് എന്തെങ്കിലും കാരണത്താൽ അത് അടഞ്ഞു പോയി കഴിഞ്ഞാൽ വെള്ളം പോകില്ല, വെള്ളം കെട്ടി നിൽക്കും. അതിലൂടെ വേര് ചെയ്യും, ചെടി നശിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് നിറയ്ക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ഹോളുകളും പ്രോപ്പറായിട്ട് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ഒരു ചെടിൻ്റെ ഹൈറ്റ് നമ്മൾ നോക്കാം. ഇപ്പോൾ ഇതിനെക്കാട്ടും തൊട്ട് വലിയ പോട്ടാണല്ലോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മൾ ഇതിൻ്റെ ഒരു ഹൈറ്റ് നമ്മൾ ഏകദേശം കാൽക്കുലേഷൻ ഒന്നെങ്കിലും ഇത് എടുത്ത് വെച്ചോക്കെ. ഇതിപ്പോൾ അത്യാവശ്യം ഒരു വലിയ തയ്യാനോണ്ട് എടുത്ത് വെച്ച് നോക്കാൻ വേണ്ടി നടക്കൂല. അപ്പോൾ ഒരു അളന്ന് നോക്കുക. കാരണം നമുക്കൊരു മേലെ 4 ഇഞ്ചെങ്കിലും ഈ മണ്ണിൻ്റെ നിരപ്പുണ്ടല്ലോ, അപ്പോൾ ഇവിടെ വേര് മേലെ കണ്ടതിനോണ്ട് ലേശം കൂടി ഞാൻ മണ്ണിടണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 4 ഇഞ്ചെങ്കിലും ഹൈറ്റ് ഇവിടെ കിട്ടണം, എന്നാലേ നമുക്ക് വെള്ളം വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആദ്യം താഴത്ത് നമ്മൾ മണ്ണിട്ട് കൊടുക്കേണ്ടത്, എന്നുവെച്ചാൽ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൽ ഏകദേശം ഞാനൊരു അളവ് കണ്ടിട്ടുണ്ട്. ആ ഒരു അളവിൽ ഞാൻ ഇതിൽ അടിനിരപ്പിൽ ആദ്യം പോട്ടി മിക്സ് നിറച്ച് കൊടുക്കുകയാണ്. ഏകദേശം ഇത്ര ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ചെടി ഇതിലേക്ക് മാറ്റി നടുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ മാറ്റി നടുന്നതിന് മുന്നായിട്ട് നമ്മൾ ഒരു ദിവസം വെള്ളം ഒഴിക്കാതെ വെക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇന്നിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ല, കാരണം ഇന്ന് വെള്ളം ഒഴിക്കാതിരുന്നാൽ ഇതൊരു ഡ്രൈ ആയിട്ട് നിൽക്കുകയുള്ളൂ. മറ്റേ ഇന്ന് നമ്മൾ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് മാറ്റി നടുന്ന ടൈമിൽ ഇത് മണ്ണ് പൊട്ടിപ്പോകാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. അപ്പോൾ മാറ്റി നടുന്നതിന് മുന്നായിട്ട് നമ്മൾ ആദ്യം ഇതിന്റെ ഒരു ദിവസം വെള്ളം ഒഴിക്കരുതെന്ന് പറഞ്ഞല്ലോ, അതിന്റെ ശേഷം ഇതിന് 4 ഭാഗത്തൊന്ന് തട്ടി കൊടുക്കാം. ഇതുപോലത്തെ വി ഷേപ്പ് പോട്ടാന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ വേണ്ടി സുഖമാണ്. അങ്ങനെ 4 ഭാഗത്ത് തട്ടി കൊടുത്തതിന് ശേഷം ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ നമ്മൾ പൊക്കി പിടിച്ചിട്ട് ഒരാള് ഇതാ ഇങ്ങനെ തട്ടി കൊടുക്കുക. ആ പോട്ട് ഒരു കൈശ താഴത്ത് ഇത് കണ്ടില്ലേ, ഇതേപോലെ നല്ല അലുവക്കട്ടി പോലെ നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് വെല്ല ഇതിന്റെ സെന്ററായിട്ട് വെല്ല വെച്ച് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഒരു വേര് പോലും പൊട്ടാതെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സൈഡ് ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഞാൻ ഹൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഈ സൈഡ് ഭാഗത്താണ് നമ്മൾ ഈ പോട്ടി മിക്സ് നിറച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ആ കുറേച്ചെടുത്ത് നിറച്ചാൽ മതി കേട്ടോ, കഴിഞ്ഞോ നല്ല നിറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ സൈഡിലേക്ക് മണ്ണ് ഇറങ്ങുന്ന രൂപത്തിൽ തിരിച്ചെടുത്തിട്ട് നിറച്ചു കൊടുക്കാം. ആ പോട്ടി മിക്സ് സൈഡിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ലേശം ഇങ്ങനെ ഇട്ടിട്ട് നമ്മളൊന്നും ഇങ്ങനെ തട്ടി കൊടുക്കാം. അപ്പൊ അതിന്റെ സൈഡിലേക്കൊക്കെ പോട്ടി മിക്സ് ഇറങ്ങി പോയിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മളിത് നിറച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ, സിമ്പിൾ ആയിട്ട് നമ്മൾ എവിടുന്നാണോ പോട്ട് എടുത്തത് അവിടത്തേക്ക് തന്നെ ഇത് ജസ്റ്റ് എടുത്ത് മാറ്റി വെച്ചു കൊടുക്കാം. ഓക്കെ, സെറ്റായി. അതേപോലെ തന്നെ നല്ല രീതിയിൽ നനച്ചും കൊടുക്കട്ടോ. കാരണം നമ്മളിത് മാറ്റി നട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം കൊടുക്കണം. അതേപോലെ ഡെയിലി ഒരു നേരമെങ്കിലും നല്ല രീതിയിൽ മണ്ണിൽ നല്ല ഈർപ്പം നിൽക്കുന്ന പോലെ നമ്മൾ നനച്ചു കൊടുക്കണം. അല്ലാതെ നമ്മൾ നനയ്ക്കാതെ നമ്മളിപ്പോൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ നനയ്ക്കാന്നുണ്ടെങ്കിൽ മണ്ണ് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുത്ത ഈ ജൈവ വളങ്ങളൊന്നും പ്രവർത്തിക്കില്ല. അപ്പൊ മണ്ണിൽ ഈർപ്പുണ്ടാകുമ്പോഴേ നമ്മൾ എന്ത് വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും അത് പ്രവർത്തിക്കുള്ളൂ കേട്ടോ. അപ്പൊ റിപ്പോർട്ട് ചെയ്യേണ്ട രീതികളും അതേപോലെ നമ്മളൊരു പോട്ടി മിക്സ് തയ്യാറാക്കേണ്ട രീതികളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക് യു. ബൈ.